മക്കളെ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് അനേക മക്കൾ ഓരോ നാളുകളിലും വർദ്ധിച്ചു വരുന്നത് വലിയ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഈ വലിയ സന്തോഷം നമ്മൾ പകരുന്നത് നമ്മളിലൂടെയാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ് ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും വചനത്തിലേക്ക് ആനയിക്കുന്നത്. ദൈവം ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേരുകൾ മായ്ച്ചു കളയുകയില്ല. നിർമ്മലമായ ഹൃദയത്തിന് വേണ്ടി ധാരാളം മക്കൾ കൊതിക്കുന്നുണ്ട്. നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വചനം അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം ഓരോ വ്യക്തികളിലും ഓരോ കുടുംബങ്ങളിലാണ് സംഭവിക്കുന്നത്. ഇന്ന് കർത്താവ് തരുന്ന വചനം കേൾക്കണ്ടേ? 51 സങ്കീർത്തനം 10 വാക്യം, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. നിഷ്കളങ്കമായ ഹൃദയവും പുതിയ ചൈതന്യവും ഓരോ നിമിഷവും നമ്മൾ വരുമ്പോൾ എന്തൊരു ആനന്ദമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അബ്രാഹാം ദൈവത്തിൻ്റെ സ്വരം കേട്ടു. മൂശ ദൈവത്തിൻ്റെ സ്വരമനുസരിച്ച് പ്രവർത്തിച്ചു. അപ്പസ്തോലന്മാർ ദൈവത്തെ കരങ്ങൾ കൊണ്ട് സ്പർശിക്കുകയും ഹൃദയം കൊണ്ട് ആസ്വദിക്കുകയും ചെയ്തു. ഈ ദൈവത്തെ നമുക്കും കാണണ്ടേ? അചഞ്ചലമായൊരു നവചൈതന്യം നമുക്കും സംലഭ്യമാകണ്ടേ? ചൈതന്യം എന്ന് പറഞ്ഞാൽ കൃപ, തേജസ്, അഭിഷേകം, അനുഗ്രഹം. ഈ നവചൈതന്യം നമ്മിൽ കടന്നു വരുവാൻ ഞാൻ ചില ടിപ്സ് പറയുകയാണ്. നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. 1, ലളിതമായ ജീവിതം ശീലിക്കുക. നവചൈതന്യം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. 2, ആഗ്രഹങ്ങളെ കുറയ്ക്കുക. 3, സ്വാർത്ഥതയില്ലാത്ത, ഇഷ്ടങ്ങളില്ലാത്ത ജീവിതം നയിക്കുക. ഉള്ളതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുക. 5, നമ്മേക്കാൾ ഉപരിയായി ദരിദ്ര മക്കളെ സ്നേഹിക്കുക. 6, ദൈവപരിപാലനയിൽ പൂർണ്ണമായി വിശ്വസിക്കുക. 7, എനിക്ക് ആവശ്യമുള്ളത് ദൈവം തരും എന്ന് വിശ്വസിക്കുക. 8, ദൈവ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഓരോ നിമിഷവും, ദൈ വിൽ ബി ഡൺ, ഓരോ നിമിഷവും അത് നമ്മുടെ പ്രാർത്ഥനയായി, നമ്മുടെ ജീവിത ശ്വാസമായി മാറുമ്പോൾ അറിയാതെ തന്നെ ഒരു നവചൈതന്യം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. എൻ്റെ ഹൃദയം ജ്വലിക്കാനും അചഞ്ചലമായ ഒരു നവചൈതന്യം കൊണ്ട് നിറയാനും പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് സാധിക്കും. വിശുദ്ധന്മാരുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയം സുവിശേഷ അഗ്നിയാൽ, വചനത്തിന് അഗ്നിയാൽ ജ്വലിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിജ്വാലയാൽ നമ്മൾ തേജോമയമായി മാറും. മക്കളെ, മറക്കരുതേ, നമ്മുടെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളെ ഞാൻ ഓർക്കുകയാണ്. ഒരു മാലയോഗം, മംഗല്യയോഗത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ നിലവിളികൾ, പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരും പരീക്ഷ റിസൾട്ടിനുവേണ്ടി കാത്തിരിക്കുന്നവരെയും കർത്താവേ, നീ കാണണമേ. ധാരാളം നല്ല ദൈവവിളികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയെ, അചഞ്ചലമായ ഒരു നവചൈതന്യം ഞങ്ങളിൽ എല്ലാവരിലും നീ നിറച്ചു തരണമേ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഈ കൂട്ടായ്മയെ നീ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ പ്രയർ ലൈൻ ആർക്കൊക്കെ വേണ്ടി നീ ഷെയർ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അവർക്കൊക്കെയും അത് എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലും നവചൈതന്യവും നിർമ്മലമായ ഹൃദയവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.